ഹായ്. ആവേശം, ഫഹദ് ഫാസിലിൻ്റെ അഴിഞ്ഞാട്ടം എന്ന് വേണം നമുക്ക് പറയാം. കാരണം ഈ ഒരു പടത്തിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു കഥയോ സംഭവങ്ങളോ ഒന്നും കണ്ടിട്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഒരു കഥയൊന്നുമില്ല, ജസ്റ്റ് ഒരു വൈബ് പടം അത്രേ ഉള്ളൂ. ചുമ്മാ സിഗരറ്റ് വലിക്കുന്നു, കള്ളു കുടിക്കുന്നു, ഇങ്ങനെ എൻജോയ് ചെയ്യുന്നു, അങ്ങനെ ഒരു പ്രത്യേക വൈബിലുള്ളൊരു പടം മാത്രമാണ്. ഒരു ബാംഗ്ലൂർ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കൊക്കെ അറിയാവുന്ന ഒരു സംഭവമാണിത്. റാഗിങ്ങോ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളവിടുത്തെ ലോക്കൽസിൻ്റെ സപ്പോർട്ട് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കാണിച്ചു കൂട്ടുന്ന ചില കാര്യങ്ങളൊക്കെയാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഈ രംഗണ്ണൻ എന്ന് പറയുന്ന നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ ക്യാരക്ടർ അതിമനോഹരമായിട്ടാണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത്. രംഗണ്ണൻ്റെ അഴിഞ്ഞാട്ടം, ഫഹദ് ഫാസിലിൻ്റെ അഭിനയം സൂപ്പറാണ്. ഒരു പ്രത്യേക രീതിയിലുള്ള അഭിനയവും ഭാഷയും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു പടമാണ്. അതുപോലെ തന്നെ ഇതിന് മുമ്പുണ്ടായിരുന്ന ഈ സംവിധായകൻ്റെ തന്നെ രോമാഞ്ചം എന്ന് പറയുന്നൊരു ഫിലിം. അപ്പോൾ ആ സമയത്ത് പറഞ്ഞിരുന്നു ഇതുപോലെ ആവേശം എന്ന് പറഞ്ഞ സിനിമ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ടെന്ന്. പക്ഷേ ആ ഒരു സിനിമയായിട്ട് യാതൊരു ബന്ധവും ഇതിനകത്തില്ല. പിന്നെ എനിക്ക് ആ സിനിമയായിട്ട് ഇതിനകത്ത് ബന്ധപ്പെട്ട് വന്നൊരു കോട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. എപ്പോഴും ആ സിനിമയ്ക്കകത്ത് സിജു സണ്ണി ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു കോട്ടുണ്ട്. ആ കോട്ട് ഇതിനകത്ത് വേറൊരു ക്യാരക്ടർ ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമേ എനിക്കിതിനകത്ത് ഫീൽ ചെയ്തുള്ളൂ. പ്രത്യേകിച്ച് അങ്ങനെ ആ ഫിലിമായിട്ട് ഇതുമായിട്ട് യാതൊരു ബന്ധവും എനിക്ക് തോന്നില്ല. പിന്നെ ഇത് യുവാക്കളുടെ കഥയാണ്, അതും യുവാക്കളുടെ കഥയാണ്. അതായിരിക്കും ഒരു ബന്ധം എന്ന് പറയുന്നത്, അല്ലാതെ വേറൊരു സംഭവമായിട്ട് എനിക്കതൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഈ സിനിമയിൽ എടുത്ത് പറയേണ്ടത് ഫൈറ്റാണ്. പക്ഷേ എൻ്റെ പൊന്നു സൂപ്പർ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായമുള്ള ഒരാളെ കാണിക്കുന്നുണ്ട് കേട്ടോ. അദ്ദേഹമൊക്കെ എന്തൊരു ഫൈറ്റാണ് എൻ്റെ പൊന്നു. എനിക്ക് അറിയില്ല, അയാളുടെ പേരറിയില്ല. നല്ല ഏജ്ഡായിട്ടുള്ള ഒരാളാണ്. പുള്ളിയുടെ ആ ഫൈറ്റ് കാലും കൈയൊക്കെ പോകുന്നതാണ്. എന്തോ സ്റ്റൈലായിട്ടാണ് ആ ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. കുറേ ഫൈറ്റേഴ്സ് ഉണ്ട് പുതിയതായിട്ടുള്ള, നല്ല അതിമനോഹരമായിട്ടുള്ള ഫൈറ്റ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഫഹദ് ഫാസിൽ ഒറ്റയ്ക്ക് കിടന്നിട്ടുള്ളൊരു ഫൈറ്റുണ്ട്, അതും സൂപ്പർ ഫൈറ്റാണ്. എന്തായാലും തമിഴ്, തെലുങ്ക്, കർണാടക ആൾക്കാർക്കൊക്കെ എന്തായാലും ഈ പടം നന്നായിട്ട് ഇഷ്ടപ്പെടും. കാരണം വെച്ചാൽ അവരുടെയൊക്കെ ഒരു വൈബിന് പറ്റിയൊരു പടമാണ്. നമുക്കൊക്കെ ഈ കഥയും ഒക്കെ ആവശ്യമുണ്ട്. ഇതിനകത്ത് കുറച്ചൊക്കെ കഥയും കൂടെ ഒക്കെ വേണമായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന അഭിപ്രായമുള്ളവരൊക്കെ ആയിരിക്കണം എനിക്ക് തോന്നുന്ന ഒരുമാതിരിപ്പെട്ട മലയാളി. കാരണം നമ്മളങ്ങനെ ചുമ്മാ പോയിട്ട് അടി ഉണ്ടാക്കി നായകനെ മാത്രം കാണിച്ചിട്ടുള്ള പടമൊന്നും നമുക്കങ്ങനെ പെട്ടെന്ന് ദഹിക്കത്തില്ല. പക്ഷേ തമിഴ്, തെലുങ്ക്, കന്നഡ ആൾക്കാർക്കൊക്കെ ഈ ഇതുപോലുള്ള പടങ്ങളൊക്കെ അവർക്ക് ശരിക്കും ഇഷ്ടപ്പെടും. കാരണം യജ്ജാതി ഫൈറ്റ് എൻ്റെ പൊന്നോ അടിപൊളി ഫൈറ്റ്. അതുപോലെ തന്നെ കോമഡി, ഫഹദ് ഫാസിൽ പിന്നെ നേരത്തെ ഈ ചില പടങ്ങളൊക്കെ ഉണ്ട്, കോമഡികൾ കൈകാര്യം ചെയ്യാൻ മനോഹരമായിട്ട് പറ്റുന്ന ഒരാളാണ് ഫഹദ് ഫാസിൽ. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ചിരിച്ചു പോകുന്ന കുറേ സീനുകളുണ്ട്. ചില കയ്യിൽ നിന്ന് പോകാത്ത രീതിയിൽ അത്രയും കട്ടക്ക് പിടിച്ച് നിൽക്കുന്ന സമയത്തും പുള്ളി കോമഡി കൈകാര്യം ചെയ്യുന്ന രീതി. അതുപോലെ തന്നെ ഡാൻസ് കേട്ടോ, പറയാതിരിക്കാൻ കഴിയില്ല. ഫഹദ് ഫാസിലിൻ്റെ ചില ഡാൻസ് സീനൊക്കെ ഉണ്ട് അതിനകത്ത്. നല്ല അതിമനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല രസം അതൊക്കെ കാണാൻ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വൈബ് പടമാണ്, പക്ഷേ കഥയൊന്നുമില്ല. അതേ ഉള്ളൂ ഈ പടത്തിൻ്റെ ഇതെന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് തിയേറ്ററിൽ പോയിട്ട് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിരുന്നിട്ട് കുറച്ച് നേരം സമയം കളയാൻ പറ്റുന്ന ഒരു പടമാണ് ഈ ആവേശം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫഹദ് ഫാസിലിൻ്റെ വൺ മാൻ ഷോ അത് മാത്രമാണ് ഈ പടത്തിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫൈറ്റ്, ഡാൻസ്, പിന്നെ സുശീൽ ശ്യാമിൻ്റെ മ്യൂസിക്, ഇതാണ് ഈ പടത്തിൻ്റെ ഈ പടം ഓടുന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും പറഞ്ഞ സംഭവങ്ങളാണ് ഈ പടത്തിനകത്തുള്ളത്. എന്തായാലും നമുക്ക് റംസാൻ, വിഷു ഈ ഒരു ആഘോഷ സമയത്ത് ഇറങ്ങിയ പടമായതുകൊണ്ട് ആഘോഷത്തോടെ സന്തോഷത്തോടെ തിയേറ്ററിൽ പോയി എല്ലാവരും കൂടെ കുടുംബസമേതം ഫ്രണ്ട്സിൻ്റെ കൂടെ ഉൾപ്പെടെ എല്ലാവരും കൂടെ പോയി കാണാൻ പറ്റുന്ന ഒരു പടമാണ് ഈ ആവേശം എന്ന് പറയുന്നത്. ഓക്കെ.